Hello, welcome to my YouTube channel. So, പ്രേമിൻ്റെ ബർത്ത്ഡേ പാർട്ട് 2 അങ്ങനെ വേണമെങ്കിൽ പറയാം. സോ ഇന്നാണ് മാർച്ച് 22. ശരിക്കും എൻ്റെ കുഞ്ചു ഉണ്ടായ ദിവസമാണിന്ന്. അപ്പോൾ ഇന്ന് നമ്മളുടെ വീട്ടിൽ, ട്രിവാൻഡ്രത്തെ വീട്ടിൽ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫാമിലി മാത്രമായിട്ട്. അന്ന് ഫ്രണ്ട്സ് ആയിരുന്നു, ഇന്നിപ്പോൾ ഫാമിലി മാത്രമായിട്ടുള്ള ഒരു ഫങ്ഷനാണ്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് സദ്യയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മൂവാറ്റുപുഴയിൽ നിന്ന് എൻ്റെ അമ്മയും അമ്മൂമ്മയും ചിറ്റയും ഒക്കെ വരും. ഇവിടെ അമ്മയും അച്ഛനും ചേട്ടനും എല്ലാവരും ഉണ്ട്. പിന്നെന്താ, അപ്പം കുഞ്ഞ് സർപ്രൈസൊന്നുമല്ല, കുഞ്ഞൊരു സെലിബ്രേഷൻ. അപ്പം വെളുപ്പിന് ഇതിപ്പം ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പതുക്കെ പതുക്കെ ഓരോരോ അലങ്കാര പണികളൊക്കെ ചെയ്യാൻ പോവാണ്. സോ യെസ്, അപ്പോൾ നമ്മളിതാ ബലൂണുകൾ വീർപ്പിക്കാൻ പോവാണ്. ഞാൻ കുറച്ച് ബലൂൺസ് വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അയ്യോ അയ്യോ അയ്യോ, ഫാനിട്ട് പോയി അറിയാതെ ഞാൻ പോയി ഓഫ് ചെയ്തിട്ട് വരട്ടെ. എല്ലാം പോയി. സോ ഞാൻ ബലൂൺ വീർപ്പിക്കാൻ പോവാണ്. എനിക്ക് പെട്ടെന്ന് സ്റ്റാർ മാജിക്കിൽ ഗെയിം ഓർമ്മ വന്നു. നമ്മളിങ്ങനെ പെട്ടെന്ന് ബലൂൺ ഉറപ്പിച്ച് കെട്ടുന്നു. അവിടെ നോബിച്ചിയുടെ കൗണ്ടർ അടിക്കുന്നു, ഇവിടെ ലക്ഷ്മിയുടെ കൗണ്ടർ, എല്ലാം കൂടി നമ്മൾ പെട്ടെന്ന് ബലൂൺ ഉറപ്പിക്കുന്നു, കെട്ടുന്നു. അങ്ങനത്തെ ഒരു ഓർമ്മയായിപ്പോയി. പക്ഷേ എന്താ പറയുക, രസമുണ്ട്. ഞാൻ മാത്രം മതി എല്ലാം അലങ്കാര പണികൾ ചെയ്യാമെന്ന് ഞാനിങ്ങനെ തീരുമാനിച്ചു. അതുകൊണ്ട് ഞാനിത് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ഇത് പൂർത്തീകരിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം ഇത്രയും ബലൂണും ഇതൊക്കെ വീർപ്പിക്കണം. അപ്പോൾ നോക്കാം, കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്തായാലും ചേട്ടനെ സഹായത്തിന് വിളിക്കാൻ സാധ്യതയുണ്ട്. നോക്കാം. ബലൂണുകൾ വീർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ഞാൻ. ഇനി നമുക്ക് ഇത് ഓരോ സ്ഥലത്ത് തൂക്കണം. അതിന് ബർത്ത്ഡേ ബോയ് തന്നെയാണ് നല്ലത്, ആളെ തന്നെ വിളിക്കാം. സോ ബലൂണെല്ലാം വീർപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് കുളിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാ ഈ കുർത്തിയാണ്. ചെറിയ ചെറിയ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഈ കുർത്തി. ഇത് ഒരു സ്പെഷ്യൽ സ്ഥലത്തു നിന്നാണ്. എൻ്റെ അമ്മ ഒരു സ്റ്റിച്ചിങ് സെൻറ്റർ തുടങ്ങി, അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മളിങ്ങനത്തെ കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. സോ എങ്ങനെയുണ്ട്? തകൃതിയായി നമ്മുടെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പി മോളിൽ കയറി ഇനി ബർത്ത്ഡേക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ ബാച്ചൻ ഉണ്ടാവില്ല, അമ്മ അതേ തൂത്ത് വരുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാകുന്നു. സ്വന്തം ബർത്ത്ഡേ സ്വന്തമായിട്ട് അലങ്കരിച്ച് പണിയെടുക്കുന്ന, അതെ. ഇല്ല, ഞാൻ ചിന്തിച്ചില്ല. ഞാൻ ഇതിൻ്റെ പുറകിലായിപ്പോയി. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ശരിയാണല്ലോ, കുഞ്ചുനെ കൊണ്ടുള്ള എല്ലാം ചെയ്യിപ്പിക്കണം. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു ബർത്ത്ഡേ. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കപ്പിൾസ് വന്നിരിക്കുകയാണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ 2 വ്ളോഗേഴ്സ് ഒരു വീട്ടിൽ വന്നാൽ പിന്നെ എന്ത് ചെയ്യും ജീവിതം? അതെ, ഇനി നിന്റെ ഓഫ് ചെയ്യ. അതെ, ചേട്ടൻ പുറത്ത് പോവാ, പുറത്ത് കേക്ക് മേടിക്കാൻ പോവാണ്.
എന്ത് നീ ബാക്കിയുള്ള നീ എനിക്ക് വേണ്ടി വീഡിയോ എടുത്തു തരണം. ആ ശരി, ഞാൻ അറിയാതെയൊക്കെ എടുക്കണം കേട്ടോ എന്റെ ഭാവങ്ങൾ. വന്നിരിക്കുകയാണ് പുതിയ ഹാപ്പി ബർത്ത്ഡേ. ഇത് ആര് തന്നാന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഇട്ടു. ഇനി അടുത്തത് ഫാൻ, ഒരു ഫാൻ ഗേൾ ഉണ്ട്, ഭയങ്കര എന്താ പറയാ തീവ്രമായ ഫാനാണ് ശാലിനി ചേച്ചി. ആ ചേച്ചി അയച്ച ഗിഫ്റ്റ് ആണ്. എന്താ നോക്കൂ, പ്രേം എന്ന് പേര് എഴുതിയ വാളറ്റ്. പിന്നെ ഫോട്ടോസ്, പല 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 മുഖങ്ങൾ, പല 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 മകനാണി. ഓ എന്റെ പേരുള്ള ഇടിവളയോ? കൊള്ളാലോ, വെറൈറ്റിയാ വെറൈറ്റിയാ. ആ സൂപ്പർ. എവിടെയാ പേര്? ആ പ്രേം. ഇങ്ങനെ അല്ലേ? ചോക്ലേറ്റ്. ഇങ്ങോട്ട് വാടാ. ആ വീണ്ടും ഇതാ ഒരു ഷർട്ട് എത്തിയിരിക്കുകയാണ്. കട്ടംപുട്ട ഷർട്ട്, തമിഴില് കട്ടംപുട്ട ഷർട്ട്. ഇനി നമ്മുടെ എന്താ ഇവരുടെ കണ്ണൻ സഞ്ജുവിന്റെ ഷർട്ട് ഉണ്ട്, പിന്നെ വേറെ ഷർട്ടൊക്കെ ഉണ്ട്. അവർ ഫാഷൻ ഷോ പോലെ ഓരോ ഷർട്ട് ഇട്ടുകൊണ്ട് ഇറങ്ങി വരണം കുറച്ച് കഴിയുമ്പോ. ഇപ്പൊ അല്ല, കുറച്ച് കഴിയുമ്പോ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് വരണം, പിന്നെ വേറെ ഷർട്ട് ഇവര് തന്ന ഷർട്ട് ഇടുമ്പോ. അതെ, ഇന്നൊരു ഫാഷൻ ഷോ ഞാൻ ഇവിടെ നടത്തും. ഞാൻ ഗിഫ്റ്റ് എന്തായാലും മേടിക്കാതിരിക്കില്ലെന്ന് അറിയാലോ. ആ ഇട്ടോ ഗിഫ്റ്റ്. ഇതൊക്കെ ഷർട്ട്, ഇടിവള. ശാലിനി ചേച്ചിയാണ് തീവ്രമായ ഫാനാണ്, തീവ്രമായ ഫാനാണെന്ന്. അതുകൊണ്ട് അല്ല, അപ്പൊ എന്റെ ഗിഫ്റ്റ് ഞാൻ എന്തായാലും ഗിഫ്റ്റ് മേടിക്കാതിരിക്കില്ലല്ലോ, അതുണ്ട്. പക്ഷെ അത് ഇപ്പഴല്ല തരണേ, വേറെ കുറച്ച് ആൾക്കാരും കൂടി വരട്ടെ, അപ്പൊ തരാം. ഫോട്ടോ സെക്ഷൻ, അതും ബർത്ത്ഡേ പോയി പാവം. ഫോട്ടോ ഇല ആയതുകൊണ്ട്, അതുകൊണ്ടാണ് കുഞ്ചു പറഞ്ഞ ഇല മതി ഇതല്ലേ കൊച്ചു കള്ളൻ. ഫോട്ടോ എടുത്തു കൊടുക്കണം, റീലും എടുത്തു കൊടുക്കണം, എഡിറ്റും ചെയ്യണം. ഗസ്റ്റുകൾ വരുന്നതിന് മുമ്പം നമ്മൾ ഫോട്ടോ സെക്ഷൻ എടുക്കാണ്. ഇതാ ദമ്പതികൾ ഫോട്ടോ എടുക്കുകയാണ്. കുഞ്ചു എടുത്തു കൊടുക്കണം. ബലൂൺ എടുക്കാൻ പറ്റില്ല, ബലൂൺ എടുത്താൽ എല്ലാരും വന്നിട്ട് പൊട്ടിച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. വേണ്ട വേണ്ട, ബലൂൺ ഇപ്പൊ എടുക്കണത്. ഇപ്പൊ പോടാ 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 പോടാ. ഇപ്പഴല്ല, എല്ലാരും വന്ന് കേക്ക് മുറിച്ചതിന് ശേഷം കേട്ടോ. ഇപ്പൊ വേണ്ട കേക്ക്. ഇപ്പില്ല ബലൂൺ, ഇപ്പില്ല. അയ്യോ കരയല്ലേ. ഒരെണ്ണേ തരുള്ളൂ കേട്ടോ, ഒരെണ്ണേ തരുള്ളൂ. ഇന്ന് ചോദിക്കരുത്. നീ പോണ്ട്, ഞാൻ നീ അവിടെ പോയി ഇരിക്കും. വൈകിട്ട് തരൂടാ. വൈറ്റെന്നാ കള്ളക്കരച്ചിൽ. എന്നാ വൈറ്റ് ചുമ്മാ കള്ളക്കറിയാ. അച്ഛനെ പോലെ തന്നെ അഭിനയം. വീണ്ടും വേണ്ടു. പണി മൊത്തം ഞാൻ തന്നെ ചെയ്യണം. എല്ലാ പണി ഞാൻ തന്നെ ചെയ്യണം. ഇതെന്താ പണി? ഇത്
ആൾക്കാരിപ്പോ ചൂടാവാതിരിക്കാൻ വേണ്ടി ആൾക്കാർ ചൂടാവാതിരിക്കാൻ വേണ്ടി എല്ലാ പണിയും ഈ വീട്ടിലെ എല്ലാ പണിയും ചെയ്യുന്ന ഒരാളാണ് കുഞ്ചു. പറമ്പിലെ പണിയാണെങ്കിലും ഇലക്ട്രിക് പണിയാണെങ്കിലും ചാക്കെടുക്കലാണെങ്കിലും വളമിടലാണെങ്കിലും എല്ലാ പണിയും കുഞ്ചുമാണ് ചെയ്യുന്നത്. അഭിമാന പുളകിതയായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു പണിയുന്ന ഒരാളെ കിട്ടിയത്. ഇന്ന് ബർത്ത്ഡേ ആയിട്ടെങ്കിലും അടങ്ങി തീരുന്നൂടെ? ഞാനാ എനിക്കറിയില്ലല്ലോ. അങ്ങനെയല്ല, എന്നോട് പറഞ്ഞാലല്ലേ എനിക്ക് അറിയുള്ളൂ. ഇപ്പൊ എനിക്ക് അറിയില്ല ഇത് എന്തിനുള്ളതെന്ന് അറിയില്ലല്ലോ. ഇനിയിപ്പോ എന്തായാലും പഠിച്ചില്ലേ, ചെന്നൈ ചെയ്തോ. ഞാൻ എടുക്കാൻ വരായിരുന്നല്ലോ. എന്തെടുക്കാൻ വരായിരുന്നല്ലോ? ഫുഡ് അവിടെ പോയി ഇരുന്നോ? എല്ലാത്തിനും എന്റെ കയ്യിലാണോ? ഇത് ഞാൻ പറഞ്ഞില്ലോ, ഞാൻ എടുക്കാനായിട്ട് ഇവിടെ വന്നു. പക്ഷെ എല്ലാം ഞാൻ ചെയ്യുന്നോണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ഒരു സ്വഭാവം അതാ, എല്ലാം ചെയ്യണം. മഴയുണ്ട്, മഴ പെയ്തല്ലോ. ചേട്ടൻ വന്നപ്പം ഞങ്ങളെല്ലാം ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ ഫേമസ് മദേഴ്സ് വെജ് ക്ലാസ് ഇത് പിടിച്ചോ, അതിന്ന് എടുത്തത് കേട്ടോ. നീ എടുക്കണേ, വെയിറ്റ് ഒന്നുമില്ല. തൂക്ക് തൂക്ക് തൂക്ക്. ആ നല്ല സദ്യയാണ് ഞങ്ങൾ ഇപ്രാവശ്യം. നോൺ വെജ്. അതോ മാറടാ. വേണ്ട, ഇവിടെ വെച്ചാൽ ആ സമയത്ത് എടുക്കും. വലിയ ചൂടില്ല. ഇതെന്താ? അല്ല, ചോറ്, പായസവും പോളി. ചോറും കഴിഞ്ഞാ ഓ എന്തൊക്കെ പാടല്ലേ. ബലൂൺ വീർപ്പിക്കണം, ഭക്ഷണം എടുത്തു വെക്കണം, വിളമ്പ് പാത്രം കഴുകാൻ ഇലയായോണ്ട് മാത്രം രക്ഷപ്പെട്ടൂല്ലേ. പിന്നെ അതൊക്കെ ചേട്ടനെ പിടിച്ചോ. അത് എവിടെ വെച്ചോ? വേണ്ട, അതൊക്കെ പിടിക്കണ്ട. അതൊക്കെ ഇല പിടിക്കണം. എനിക്ക് ഇല പിടിക്കാം, എനിക്ക് തരാം. ഏരിയ കണ്ടുപോയാണ്ടല്ലോ. എല്ലാരും സദ്യയുടെ പുറകെ പോയപ്പോഴത്തേക്ക് കേക്ക് മീൻ കാര്യം മറന്നുപോയി. എന്ത് ചെയ്യാൻ, എല്ലാവർക്കും ചോറും കറിയും മതി. അവന്റെ ബർത്ത്ഡേ ഒരു നിമിഷത്തേക്ക് എല്ലാരും മറന്നുപോയില്ലേ? അതിന് പുറത്തേക്ക് തന്നെ കണ്ടൂടെ? എവിടെ? ആ ബ്രെഡ് ഫാക്ടറി. ഇവിടെ ഞാൻ സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഐസ് ഇത് റൈറ്റിന് കൊടുത്ത് കഴിഞ്ഞിട്ട് പുതിയ സാധനം വെക്കുന്നു. പൈനാപ്പിൾ പൗണ്ട് കേൾക്കുന്നു. അയ്യോ, അത് ചീസ് കേക്ക് ആണ്. മുകളിൽ പൈനാപ്പിൾ. അയ്യോ എത്തി. അങ്ങനെ അമ്മയും പ്രീച്ചിട്ടമ്മയും ഒക്കെ എത്തിയിരിക്കുകയാണ്. ഇല്ല, ഈ പ്രീച്ചിട്ടമ്മയ്ക്ക് കുഴപ്പമില്ല, അമ്മൂമ്മയ്ക്ക് മാത്രം കൊടുത്താൽ മതി. അടുത്തില്ല. അങ്ങനെ അമ്മൂമ്മ ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് പിറന്നാൾ ആഘോഷിക്കാൻ. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോ? ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോ? വണ്ടി തുറക്കാൻ കിഴക്കതാ.
താങ്ക് യു. പറഞ്ഞു 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 സർപ്രൈസ് എല്ലാം പറഞ്ഞു എല്ലാ ഭാഷ അങ്ങനെയൊക്കെ പറയുന്നത് നമ്മളിപ്പോ കളിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ ചെരുപ്പിടാതെ നടക്കണം. ഒരു കൈ കുഞ്ചുമായിട്ട് മിണ്ടാതിരിക്കണേ. ഇപ്പൊ ഞാനിങ്ങനെ ഞാൻ നടന്നോളാം. ചെറുപ്പമല്ലേ അല്ലേ? ഞങ്ങൾ ഇന്നലെ വന്നു. ആ ഇന്ന് ഫാഷൻ ഷോ കുറെ നടന്നു. ഇത് കൊള്ളാം. ഇതാരുടെ ഇതാരുടെ സെലക്ഷനാ? ഇന്ന് പ്രേമിന്റെ ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. ഉണ്ട്. ഈ ഡ്രസ്സുകളൊക്കെ ഇട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരണം. ആ ഇത് നല്ല കളറാ. ഇന്നലെ ഇവര് കൊണ്ടുവന്ന ഒരു ഷർട്ട് ഒരു കൊല്ലത്തേക്ക് ഡ്രസ് വേണ്ടല്ലേ? ഒരു കൊല്ലത്തേക്ക് പിന്നെ ഫ്രണ്ട്സ് ഉള്ളപ്പോ അവര് എല്ലാവരും ഷർട്ട്. പക്ഷെ ഇതൊക്കെ ഇടാൻ പറ്റില്ല. പേര് ചേച്ചികളുണ്ടാ പലഹാരം. ഹലുവ കാളൻസ് ഓ ഹലുവ. ജിലേബി ഹലുവ ഇഷ്ടം. ഹലുവ ഇഷ്ടം. ഹലുവ അമ്മ എനിക്ക് ഹലുവ ഉണ്ട് ഫുഡ് മേടിച്ചോണ്ട് വരണ പാല് മേടിച്ചോണ്ട് വരണ ശരിയാ ഞാൻ വിചാരിച്ചു വല്ല സ്വർണ്ണമൊക്കെ വാങ്ങിച്ചോണ്ട് വരാൻ കട തുറന്നിട്ടില്ല. ഞങ്ങൾക്കൊരു സ്വർണ്ണക്കടയുണ്ട്, വേണം തുറപ്പിക്കാം. പക്ഷെ കറക്റ്റ് അളവില് കിട്ടിയില്ല. മാല മേടിക്കാലോ? മാല നീളമുള്ളതൊക്കെ കൂടുതൽ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത്. അളവിതാ ഹാപ്പി ബർത്ത്ഡേ പ്രേമല്ല പ്രേമൻ എഴുതിക്കണ. പ്രേമൻ. അയ്യോ നീ വായിക്കാതെ വരില്ല. പ്രേമൻ. അയ്യോ കൈകൊണ്ട് വായിക്കാൻ പോണോ? ഓ അങ്ങനെ പ്രേമൻ മാറ്റി പ്രേമാക്കിയിരിക്കുകയാണ് സ്വന്തമായിട്ട്. അതും സ്വന്തമായിട്ട് എല്ലാം സ്വന്തമായിട്ട്. യെസ്. ഇത് എന്ത് കേട്ടോ? Happy birthday to you. Happy birthday.
നീ അങ്ങനെ ഇങ്ങനെ കൊടുത്തോ. പ്രേമൻ വായിച്ചു വന്നിട്ട് പാടിയപ്പോ പ്രേമനായി. ആണല്ലേ? പ്രേമന് പാടി കാണും. അതാ ഒച്ച കേൾക്കുന്നത്. എന്റെ വെച്ച പിന്നെ അവയാലോ. നീ പ്രീസ്മ ഇതിനെടുത്തോ. റെഡ് വെൽവെറ്റ് എടുത്ത് കൊടുത്തോ. ഇങ്ങോട്ട് കൊടുത്തോ. റെഡ് കിട്ടിയോ? അത് ഇനി കൊടുക്ക, ഞാൻ മുറിച്ചുതരാം. അവസാനം കുറെ ഉണ്ടോ? കഴിക്കാൻ കൊടുക്ക, എന്തെങ്കിലും ചെയ്യേ. കൊടുക്ക് ഇനിയും വേണോ നിനക്ക്? ഇനി മത്താച്ചേനെ കൊടുത്തോ? ശ്യാംചേട്ടൻ കൊടുത്തില്ല. മുളകോ? ഇവിടെ കൂടെ ഇത് മൊത്തം അറേഞ്ച് ചെയ്തത് നമ്മളാരായി? നമ്മളാരാ ചേട്ടാ? നിങ്ങൾ ആരാ? ഐസിങ്ങുള്ള സാധനം കിട്ടിയത്. ഐസിങ് എനിക്ക് കിട്ടിയ പ്രേമനെ തന്നെയാണോ? പുള്ളിക്ക് പ്രേമന മതി. കേക്ക് കട്ടിയതാ ഉണ്ടോ? വെറൈറ്റി കേക്ക് കേട്ടോ. ചീസിന്റെ കയ്യില് ചീസ് കേക്ക്. നീ വേണം മോനെ. അപ്പടി നിന്ന് അങ്ങനെ ബർത്ത്ഡേ കേക്ക് മുറിച്ചിരിക്കുകയാണ്. അടുത്ത ബർത്ത്ഡേ ശരിക്കാണ്. ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ കേക്ക് മുറിക്കൽ അവസാനിച്ചിരിക്കുന്നു. കൈ കിട്ടിയത് കൈ വിട്ടില്ല. എല്ലാം അറിയാം. കറക്റ്റായിട്ട് ഇത് നമ്മുടെ ഗിഫ്റ്റ് എടുത്തോണ്ട് വാ. ഒരു വലിയ നിലയിൽ വലിയ അതിന്റെ ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും നമ്മൾ തന്നെ നിർവഹിക്കണ്ടേ? അതെ, അങ്ങനെ ഞങ്ങള് 2 ഗിഫ്റ്റ് ഉണ്ട്. ഒരു ഗിഫ്റ്റ് ഞാൻ ഇതേ കൊടുക്കണം, ഒരു ഗിഫ്റ്റ് നമ്മൾ ഒരുമിച്ച് കൊടുക്കും. ചേട്ടനും അമ്മയും ഞാനും കൂടി തീരുമാനിച്ച്. കുഞ്ചൂര് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. ആക്ച്വലി ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റിനേക്കാളും കൂടുതൽ ആ സാധനമാണ് കുഞ്ചൂര് ഇഷ്ടം. പണ്ട് മുതൽ പറയുന്ന കാര്യമാണ്. എനിക്കതാണ്, എനിക്കത് എന്റെ എല്ലാ ബർത്ത്ഡേക്ക് എനിക്ക് അത് തന്നാൽ മതി, അത്ര ഇഷ്ടമാണ്. ആ ഒരു അതിനെന്താ പറയാ, ബ്രാൻഡോ? അതിനുള്ള ഒരു അതെന്താ എന്താ പറയാ, ബ്രാൻഡാണോ? അതൊരു വികാരമാണ്. മോഹൻലാലിനൊക്കെ നമുക്കുള്ള വികാരം പോലെ കുഞ്ചുവിന് അതൊരു വികാരമാണ്. ജീവാത്മാവും പരമാത്മാവുമാണ്. കുഞ്ചുവിന് കിട്ടാൻ പോലെ സമ്മാനം. ഇതാണ് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. നന്നായി എഴുതി പഠിക്കാം. ഐപാഡ്. അതെ കവർ ഊരി കടിച്ചു കൊടുക്കായിരുന്നു. കവർ ഊരി കടിച്ച ഒറിജിനല്ല കടിച്ചു കൊടുക്ക. കവർ ഊരം പറ്റില്ല. നമുക്ക് ഫിറ്റ് ചെയ്ത് നല്ല ഇതാക്കി വെച്ചിരിക്കുക. ഞങ്ങൾക്ക് വർക്ക് ചെയ്ത് കാണിക്കണം. പാസ്വേഡ് അത് പറ. പാസ്വേഡൊക്കെ ഞാൻ ഇപ്പൊ പറയില്ല. സെയിം ആയിരിക്കും. ഫോണിന്റെ തന്നെ ഞാൻ ഇട്ട് വെച്ചേക്കണം. എന്നാ ഇതിലെല്ലാവർക്കും ഒരു ഫോട്ടോ ഫസ്റ്റ് തന്നെ എടുത്തു. അപ്പൊ വർക്കാവും അറിയാലോ. ക്യാമറ എടുക്കുക. ഡെമോയിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ലേ? ഇല്ല, ഡെമോയില് ഫോട്ടോ എടുക്കാൻ പറ്റും. ഞാൻ കഷ്ടപ്പെട്ട് അല്ലെ നീ തിരിച്ചു കൊണ്ടേ കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാരും ഫോട്ടോ എടുക്കാം. കവറൊന്നും പൊട്ടിക്കണ്ടെന്ന് പറയണേ. കവർ ഒട്ടിക്കണ്ടല്ലേ, തിരിച്ചു കൊണ്ടേ കൊടുക്കാനുള്ളത്. ഫോട്ടോ എടുക്കാം. ഫോട്ടോ ഇല്ലേ? ചുമ്മാ നമുക്ക് എടുക്കാം. ഇവർക്ക് വിശ്വസിക്കാൻ വേണ്ടി മാത്രം. വാ, എല്ലാരും വന്നോ? എല്ലാരും വന്നോ? എല്ലാരും വന്നോ? സെൽഫിയാ? അവിടെ അടുത്തടുത്ത് ഐപാഡ്. മുത്തു ചുമ്മാ ഇത് ഡെമോ ഡെമോ കുമ്പൊന്നുമല്ല, നല്ല ഐപാഡ് അത്. അടുത്തോ ചേച്ചിക്ക് പൊക്കമില്ല. മൂന്നേര് ചെല്ലാൻ അതാണ് കുഞ്ചുവിന് എന്ത് കൊടുത്താലും ഈ ഒരു ബ്രാൻഡ് കൊടുക്കുമ്പോഴാണ് ഒരു സന്തോഷം. അങ്ങോട്ട് ഇല്ല, ഇവർക്ക് അതിന്റെ അറിയില്ലല്ലോ ഇത് വില. ഇത് ലിവർപൂൾ. ആരെന്തിനറിയാം? ലിവർപൂൾ എന്ന് പറഞ്ഞ കുഞ്ചുവിന് ഭയങ്കര ഇഷ്ടം. ഒറിജിനൽ ഫ്രം UK. അതൊരു മുഖത്തെ ചിരി കണ്ടോ? ഞാൻ എന്ത് കൊടുത്ത പാഡ് കൊടുത്ത ഐപാഡ് അതൊന്നും വിഷയമല്ല.
ബഹുമാറി ഈ ഒരു വിജയം ഉണ്ടായിരുന്നോ? ഞങ്ങളൊരു അഞ്ചാമത് ലക്ഷം തന്നെയല്ലേ? ചിരി കണ്ട ഒറിജിനൽ ലിവർപൂൾ ഇതാ ഫുട്ബോൾ ഐപാഡ് എന്ത് കൊടുത്തിട്ട് ഇത്ര ചിരിയില്ല. അതിനൊരു വലിയ മെച്ചം ഒരു ടീഷർട്ടിലെ കാര്യമേ ഉള്ളൂ. ചുമ്മാ കിട്ടില്ല. ഇത് നമ്മൾ ഒറിജിനൽ അവിടെ പോയി അവിടെ ചെന്ന് അവരോട് ഓർഡർ ചെയ്ത് പുറകില് പ്രേമെന്ന് പേരെഴുതി എന്തൊക്കെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തറിയോ. ചേട്ടൻ എനിക്ക് എന്താ സാധനം അയച്ചെന്ന് ആ കടയുടെ പേര് അയച്ച് ഞങ്ങള് UK-ല് ഫ്രം UK ലണ്ടൻ പേരുണ്ട് നമ്പർ 6 ആണ്. അല്ല അത് എപ്പോഴും പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അവന്റെ ഇൻസ്റ്റാഗ്രാമിൽ സർപ്രൈസ് അതാണ് എക്സൈറ്റ്മെന്റ്. ഇത് കുഴപ്പമില്ല. മറ്റേ പിന്നെ കൊടുത്തപ്പോ ഒരു സർപ്രൈസ് കണ്ടായിരുന്നില്ല. അത് മതി നമുക്ക്. അത് ഇത് അത് നിറച്ചു ഫാഷൻ ഷോയ്ക്ക് ഫസ്റ്റ് ഇത് തന്നെ ഇടാല്ലേ. ഇവര് പറയുന്നത് UK. കഷ്ടം. നിങ്ങളൊക്കെ മനസ്സിൽ വെച്ചോ, എപ്പോഴും നിങ്ങൾ സമ്മാനം മേടിക്കുമ്പോ എന്ത് മേടിക്കണം? ലിവർപൂൾ. മേടിക്കണ UK പടം. ഇത് ശരിക്കും ഒറിജിനൽ അല്ലേ കുഞ്ചു? ചെറിയൊരു കറക്ഷൻ, ഒരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ സമ്മാനം കൊടുത്തത് ഐപാഡ് അല്ല, അത് ടാബ്ലറ്റ് ആണ്. അത് ഐപാഡ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നു അതല്ലല്ലോ എന്നൊക്കെ പറയാം. അപ്പൊ അതുകൊണ്ടല്ല, ഐപാഡ് അല്ല കേട്ടോ, ടാബ്ലറ്റ്. ഇത്രയേ ഉള്ളൂ. സോറി എന്തൊക്കെയാണോ അറിയുന്നത്? പായസമുണ്ട്. അമ്മൂമ്മ വരണോണ്ട് ഫുൾ വെജാണ്. അല്ലല്ല, അമ്മൂമ്മ വരുന്നോണ്ട് ഫുൾ വെജാണ്. 2 കൂട്ടം പായസം വിത്ത് ബോളി. ഇത് പറമ്പല്ല മിറ്റം. കരഘോഷം അങ്ങോട്ട് ഇറങ്ങണ്ട. വീട് കാണാൻ ചടങ്ങ്. കല്യാണത്തിന് മുമ്പാണ് എല്ലാരും കാണണ്ടേ, പക്ഷെ അമ്മൂമ്മ ഒന്നും വന്നില്ല. അതുകൊണ്ട് അമ്മ ഇപ്പൊ വീട് കണ്ടിട്ട് ഒരു അഭിപ്രായം പറയും. പക്ഷെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, കല്യാണത്തിന് മുമ്പല്ലേ വീട് കണ്ടിട്ട് അഭിപ്രായം പറയണ്ടേ? ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? കല്യാണം കഴിഞ്ഞില്ലേ? മറ്റത് 2 താഴെ ബെഡ്റൂം. അത് കണ്ടോ? താഴെ ഒരു ബെഡ്റൂം താഴെ, പിന്നെ ഹാള്, പിന്നെ മേലെ. അത്രേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ ഡൈനിങ് ടേബിൾ. അത് അത്രേ ഉള്ളു വീട്. ഉപ്പേരി വേണോ? അമ്മ വറുത്ത് ഉപ്പേരിയാണ്. ശരിക്കാണോ കാണിച്ചത്? ശരിക്കും ജാനിസമ്മ വറുത്തതാ. എന്റെ ഗിഫ്റ്റ് മോല്ല. അല്ലല്ല, നീ എടുത്തിട്ട് വരും. ചന്ദ്രമതിയെ കാണാൻ എങ്ങുണ്ട് കാലം? ചന്ദ്രമതിയെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ചന്ദ്രമതി തേണ്ട വരുന്നു. ചന്ദ്രമതി കിട്ടിയാ അങ്ങനെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഭയങ്കര എല്ലാവരും സമ്മാനം കൊടുത്തു. വെറും കൈയോടെ ആരും വന്നില്ല. പോരട്ടെ. എന്താ അത്? 212. ഓ, നല്ല ബോട്ടില്. ഇനി മണം നോക്കൂ.
ഓ എന്റെ സ്മെല്ല് ഇവിടം വരെ ഉണ്ട്. അടിപൊളി. എനിക്ക് പറ്റൂല, അല്ലെങ്കിൽ ഞാൻ എടുത്തത്. ഇത് മിക്കവാറും ആരെ കയ്യിലടിക്കുകയല്ല. ഇത് സംഭവം നടക്കാൻ പോകുന്നത് എന്താ പറയാ? ഇതിന്റെ ഈ പ്രസാദം വീട് അലമാരി വെച്ചിട്ട് ഇവൻ ചെന്നൈക്ക് പോകും. ഇവനായിരിക്കും എന്നിട്ട് ഞാൻ അടിക്കും. നല്ല ബോട്ടില്. എടാ നീ ഇവിടെ വെച്ചിട്ട് പോലെ അവനെടുക്കും. നീ അവിടെ പോയി വെച്ചാൽ മതി. ഞാൻ അവിടെ പോകും. എനിക്ക് ഇന്ന സ്ഥലത്തില്ല. എനിക്ക് ഇന്ന വന്നില്ല. വിളിച്ചാ മതി. വീട്ടിലോട്ട് വെച്ചാലും വരും. ഞങ്ങളുടെ വീട്ടിൽ വെച്ചാലും വരും. ഫ്ലാറ്റിൽ വെച്ചാലും ഫ്ലാറ്റിൽ വെച്ചാലും പോകും. ഞാൻ സർവ്വവ്യാപിയാണ്. എവിടെ വെക്കേണ്ടി വരും? പൊട്ടിച്ചെടുത്തില്ല. ഇതിനകത്ത് 3-4 ഉണ്ട്. അത് ഞാൻ അത് പൂവെന്ന് പറഞ്ഞാ മേടിച്ചേ. പക്ഷെ ഇതുവരെ അതിന്റെ ക്രീപ്പർ നല്ല പൂവാ. പൂ കണ്ടിട്ട് മേടിച്ചോ. പക്ഷെ ആയിട്ടില്ല. അവിടെ ആവുള്ള മേടിച്ചിട്ട് വീണ്ടും ബർത്ത്ഡേക്കാരൻ എന്തോ പണി ഇന്നലെ ഞങ്ങള് ചുമ്മാ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞല്ലോ. അവിയൽ ഇടാൻ പോവാണ് ഞാൻ. ട്രിവാൻഡ്രം സദ്യ ഭയങ്കര നല്ല സദ്യയാണെന്ന് ഇങ്ങനെ കേട്ടറിവുണ്ട്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് മൂവാറ്റുപുഴക്കാർക്ക് ഈ ട്രിവാൻഡ്രം സദ്യ കൊടുക്കുന്ന ഒരു സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതെ, ഇവിടെ റിയയുടെ ഐറ്റംസ് ഒന്നും എത്തിയിട്ടില്ല. ഇവിടെയും ഇല്ല. റിയ വിളമ്പി തകർക്കുകയാണ്. എന്തൊക്കെയോ വിളമ്പത്തിട്ട് പഴയുടെ തൊലിയുടെ ചേർത്ത് ഭക്ഷണം ഇതെന്നാ ഇവിടെ പരിപാടി? പപ്പടത്തിട്ട് എത്ര പേര് വേണം ഇത് പൊട്ടിക്കാൻ? അത് നല്ല ഇതായി പോയി. നീ കഴിക്കാൻ പോണോ? അല്ല കഴിക്കാൻ പപ്പടം ഇപ്പട വെക്കണം. പപ്പടം പക്ഷെ കുറച്ചുള്ളൂല്ലോ. ആ അതന്നെ, ഉപ്പേരിയുടെ കൂടെ. ഞാൻ അതിന്റെ മുകളിൽ പപ്പടം വെക്കാം. ഇവരാരും തിരുവനന്തപുരം സദ്യ കഴിച്ചിട്ടില്ല. അപ്പൊ അവിടെ നമ്മളൊരു സദ്യ വെക്കാന്ന് വിചാരിച്ചു. ഇനി ബാച്ചിലെ കസേര ഇത് വെച്ചിരിക്കണം. ഞങ്ങൾ പിന്നിരിക്കുള്ളൂ. ചേട്ടന് ഞങ്ങളൊക്കെ പിന്നിരിക്കുള്ളൂ. അത് നോമ്പല്ലേ, 50 നോമ്പല്ലേ? പിറന്നാളിന് നീ കഴിക്കട്ടോ. ഇതൊന്ന് വരമ്പ് കിട്ടണം. പിന്നെ സാമ്പാർ. ഓ അങ്ങനെ അപ്പൊ ചേട്ടൻ തന്നെ വിളമ്പിക്കോ. എനിക്കറിയില്ല. ചേട്ടൻ വിളമ്പട്ടെ, ഞാൻ കണ്ട് ആസ്വദിക്കാം. ആ അങ്ങനെയാണ് ബർത്ത്ഡേക്ക്. ഇടുന്ന ചോറ് മുഴുവൻ ഉണ്ടിട്ട് രണ്ടാമത് അങ്ങനെയല്ലേ, മൊത്തം ഇടണം. പരിപ്പ്, നട്ടുക്ക് പരിപ്പ്. അയ്യപ്പ നെയ്യ് ഞാൻ ഒഴിക്കാം. ആ ഞാൻ ഒഴിച്ചു. കഴിക്കാൻ പോവാ. അവൻ കഴിക്കാൻ പോകുന്നു. അതാ അവൻ കൈ നോക്കിയിരിക്കുന്നു. ഞാൻ ഉരുട്ടണ്ട, എനിക്ക് ഉരുട്ടാനുള്ള സമയം കുറിച്ച് ഭയങ്കര തീറ്റ. അത്രേ ഉള്ളൂ, ഒരു ഉരുളേ ഉള്ളൂ. എന്ത് പറ്റുള്ളൂ. ഞാൻ സത്യത്തിലേ കുറെ നാളായല്ലോ സദ്യ കഴിച്ചിട്ട്. അതുകൊണ്ട് എനിക്കൊരാഗ്രഹം സദ്യ അവസാനമായിട്ട് കഴിച്ചത് ഓണത്തിന്. പിന്നെ ഫുൾ ടൈം ചെന്നൈയിലാണ്. അവിടെ പിന്നെ പൊങ്കല, തൈര് സാദം, സാമ്പാർ സാദം, റാഗി. അതുകൊണ്ട് സദ്യ കഴിച്ചപ്പോൾ എന്തൊരു സന്തോഷം. പിന്നെ ഇവിടെ വന്നപ്പോ അമ്മ ബീഫ് ഉണ്ടാക്കി വെച്ചിരിക്കണു, ചാളക്കറി ഉണ്ടാക്കി വെച്ചിരിക്കണു. പിന്നെ ചിക്കനാ.
അല്ല മീനും ബീഫും ആയിരുന്നല്ലേ, അതൊക്കെ കഴിച്ചു. ഇന്നാണ് നമ്മൾ സദ്യ ഉള്ളത്. നോൺ വെജ് കഴിച്ചു, നമ്മുടെ അറബിക് മറ്റേ ഇഫ്താർ. ഇഫ്താറിന്റെ കഴിച്ചു, നാടൻ സദ്യ. അറബിക്ക് കഴിച്ചു, നമ്മൾ മലബാർ ഏരിയ കഴിച്ചു, നമ്മുടെ കോണിയൻ പിസ്സ കഴിച്ചു, എപ്പോ പിസ്സ കഴിച്ചു, KFC കഴിച്ചു, ചൈനീസ് പോയി നൂഡിൽസ് കഴിച്ചു. കഴിച്ചു. അതെ. ആകെ 2 ദിവസം നിന്നോളൂ. അതിനുള്ള എന്തൊക്കെ കഴിച്ചത്. ഈ ഓണത്തിന് ശേഷം എടുത്ത ഡയറ്റ് എല്ലാം ഈ 2 ദിവസം കൊണ്ട് മാറി. എന്തൊരു മധുരം കഴിച്ചു, കേക്ക്, കേക്ക് മധുരം കുറെ കഴിച്ചു. ജേഴ്സി ലിവർപൂൾ. സോ എന്തായി ലിവർപൂള് ജേഴ്സി ആഗ്രഹിച്ചിരിക്കുന്നു? ആഗ്രഹിച്ചിരിക്കുകയാണ് ഈ വർഷം ലിവർപൂൾ കപ്പ് ജയിക്കുന്നത് കൊണ്ട് അന്ന് ഈ ഡ്രസ് ഇട്ടൊരു കലക്ക് ആഗ്രഹമായിരുന്നു ഈ വർഷം ജേഴ്സി മേടിക്കണം. കറക്റ്റ് ഫിറ്റ് അല്ലേ? യെസ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതല്ലേ? സത്യം, വിത്തൗട്ട് എനി ഡൗട്ട്. അല്ല കുഞ്ചുന് അല്ല കുഞ്ചുന് എപ്പോഴും പറയണ കാര്യമാണ് ലിവർപൂളിന് എന്ത് സാധനം മേടിച്ചാലും എനിക്ക് ഇഷ്ടമാണെന്ന്. കപ്പ്, കീ ചെയിൻ, പിന്നെന്താ ജേഴ്സി എപ്പോഴും പറയും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഈ സിനിമയ്ക്ക് എങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ലിവർപൂൾ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ലിവർപൂൾ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? എനിക്കറിയാം കുഞ്ചുന് ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഫാഷൻ ഷോ ക്യാൻസൽ ചെയ്തു, സദ്യ കഴിച്ചെല്ലാവരും. അതെ, ഫാഷൻ ഷോ ക്യാൻസൽ ചെയ്യാനുള്ള കാരണം കൂടി പറഞ്ഞു കൊടുക്കുക. സദ്യ കഴിച്ച് എല്ലാവരും ഫുള്ളായിട്ട് എല്ലാവരും കറങ്ങി തിരിഞ്ഞ് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഡ്രസ്സ് മാറാൻ വയ്യാന്ന്. എനിക്ക് വയ്യ. അതെ, ഇനി ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോരുത്തർ. ഓക്കെ, ഞാനും കാത്തിരിക്കുകയായിരുന്നു ഫാഷൻ ഷോയ്ക്ക്, പക്ഷെ നടക്കില്ല എന്തായാലും. അതാണല്ലോ ഈ സദ്യ കഴിച്ചാലുള്ള ഒരു സംഭവം. അതാണല്ലോ നമ്മളിങ്ങനെ പായസമൊക്കെ കുടിച്ചിട്ട് പിന്നെ കിടക്കാനാണ് തോന്നുക. അപ്പോൾ സെയിം അത് തന്നെ ഇവിടെയും സംഭവിച്ചു. അപ്പോൾ എല്ലാവരും സദ്യ കഴിച്ചു, നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. നമ്മൾ സദ്യ കഴിച്ചു, ഇനിയിപ്പോൾ നമ്മൾ പാക്ക് ചെയ്തിട്ട് ഇറങ്ങാനുള്ള ധൃതിയിലാണ്. അതുകൊണ്ട് ഫാഷൻ ഷോ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ ഒഫീഷ്യലി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഓരോരോ സ്ഥലത്ത് പോകുമ്പോൾ ചിലപ്പം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ട്രീറ്റ്, ബർത്ത്ഡേ മന്ത് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും, അതറിയില്ല. എന്തായാലും നമ്മളുടെ വീട്ടിലുള്ള സെലിബ്രേഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ആൻഡ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് വിഷ് ചെയ്ത എല്ലാവർക്കും, പ്രേമിനെ ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. സോ യാ, ബൈ. അപ്പോൾ എല്ലാവരും തിരിച്ചു പോവാണ്. സോ ഹാപ്പി ബർത്ത്ഡേ പ്രേം. പ്രേമാന്ന് വെച്ചാൽ ശരി.